ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട കമൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും മാമിന് മെച്യൂരിറ്റി കുറവുണ്ടെന്നുള്ളതാണ്. അത് മാം മെച്യൂരിറ്റി അത് അഭിനയിക്കുന്നതാണോ, പ്രായം കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കമന്റ്സ് വന്നു. അപ്പൊ അതിനെ കുറിച്ചൊരു റിപ്ലൈ എന്താണ്? അപ്പൊ നിങ്ങൾക്ക് പ്രായം കുറക്കണം, നിങ്ങൾ അഭിനയിക്കേ, അങ്ങനെ കുറയാൻ പറ്റുമോ നിങ്ങൾ പറയും. മെച്യൂരിറ്റി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മനസ്സിനകത്തുള്ള കുട്ടിത്തത്തിനെ മറയ്ക്കാനുള്ളൊരു എബിലിറ്റി. അതായത് ദ ചൈൽഡ് ഇൻസൈഡ് യു, ആ ചൈൽഡാണ് ക്രിയേറ്റിവിറ്റി, തിങ്കിങ്, ലേണിംഗ് ഇതെല്ലാം പോസിബിൾ ആക്കുന്നത്. ഇതെപ്പോഴാണോ നശിക്കുന്നത് ആ നിമിഷത്തോടു കൂടി നമ്മൾ ഒരുതരം വൃത്തികെട്ട ജീവികളെ പോലെ എന്തെടുത്താലും പ്രശ്നം ഉണ്ടാക്കി, നമ്മൾ തീരെ വയസ്സായ ആൾക്കാർ, ചില ആൾക്കാർ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കണ്ടിട്ടില്ല, ഇങ്ങനെ ആൾക്കാരെ ചൊറിയുക, വേണ്ടാത്ത കാര്യങ്ങൾ സംസാരിക്കുക. അപ്പോൾ ആ ലെവലിലേക്ക് പോകുന്നത് അതിനെ മെച്യൂരിറ്റി എന്ന് പറയാം. കാരണം ആ ചൈൽഡ്, അകത്തുള്ള ചൈൽഡ് നശിക്കുന്ന സമയമാണ്. എത്രത്തോളമാണ് നിങ്ങൾ വലിയ ആർട്ടിസ്റ്റിനെ കണ്ടിട്ടുണ്ടോ? എത്ര വലിയ ആർട്ടിസ്റ്റിനെ കണ്ടാലും അവരുടെ കുട്ടിത്തം പോകാതിരിക്കുന്നതുകൊണ്ടാണ് അവർ ആർട്ടിസ്റ്റായിട്ടിരിക്കുന്നത്. ഇപ്പോൾ അടൂർ സാറിനെ ഞാൻ പേഴ്സണലി സംസാരിക്കുമ്പോൾ എനിക്കൊരു കൊച്ചു കുട്ടിയാണ് അടൂർ സാറിൽ കാണാൻ പറ്റുക. അത്ര രസകരമാണ് സാറോട് സംസാരിക്കുന്നത്. ദാസേട്ടൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ വളരെ ചെറിയ തമാശയ്ക്ക് മനസ്സ് തുറന്ന് ചിരിക്കുന്ന ഒരു കൊച്ചു കുട്ടിയാണ് നമുക്ക് കാണാൻ പറ്റുക. ദ ചൈൽഡ് ഇൻ ദെം ഇസ് സോ അലൈവ്. MF ഹുസൈൻ ചെരുപ്പിടാതെ, ഞാൻ രവി റെസ്റ്റോറൻറ്റിൽ പോകുമ്പം എൻ്റെ തൊട്ടപ്പുറത്തിരുന്ന്, മകന് വലിയ റെസ്റ്റോറൻ്റ് ഉണ്ട്, പക്ഷേ ഈ രവി റെസ്റ്റോറൻറ്റിലുള്ള പറാഠയും ചായയൊക്കെ കഴിക്കാൻ വരുന്ന MF ഹുസൈൻ, ചെരുപ്പിടാതെ വരുന്ന MF ഹുസൈനെ കാണുമ്പോൾ അവിടെ ആ കുട്ടിത്തമാണ് ഞാൻ കാണുന്നത്. ദ ചൈൽഡ് ഇസ് ഓൾവേസ് എസെൻഷ്യൽ. നിങ്ങൾക്ക് പഠിക്കണം, നിങ്ങൾക്ക് നന്നായിട്ട് ജീവിക്കണം, ചിരിക്കണം, ചിന്തിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ യു ഷുഡ് ഹാവ് ദ ചൈൽഡ് ഇൻ യു. ഐ അപ്രീഷിയേറ്റ് ദ ചൈൽഡ് ഇൻ ഹർ. കുഞ്ഞുമോൾ നല്ലൊരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ ചൈൽഡ് നശിക്കാതെ സൂക്ഷിച്ചിരിക്കുന്നത് വരെ ആ ഇതുണ്ടാവും. ഷീലാമ്മയുടെ അടുത്ത് സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ കൊച്ചുകുട്ടികൾ സംസാരിക്കുന്ന പോലെ സംസാരിക്കാം. സുകുമാരിയമ്മയുടെ അടുത്ത് സംസാരിക്കുമ്പം ഇടയ്ക്ക് ആ കൊച്ചുകുട്ടി ഉണ്ടാവും, ഇടയ്ക്ക് സുകുമാരിയമ്മ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ടൈപ്പുണ്ട്. ആ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പാടുപെട്ടിട്ടുണ്ട്. കാരണം ഒരു ഇൻ്റർവ്യൂവിൽ സുകുമാരി ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് ചോദിച്ചപ്പോൾ നല്ല വിശേഷം എന്ന് പറഞ്ഞ് മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ അതിന് മെച്യൂരിറ്റി എന്നാണോ പറയുന്നത്? അല്ല. So I strongly believe the child in you, as long as it is alive, you are an artist, you are a learner and you are alive. സന്തോഷിക്കാൻ നമുക്ക് പറ്റും. എൻ്റെ കുഞ്ഞുമോൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾക്ക് സന്തോഷിക്കാറുണ്ട്. ആ ചെറിയ കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുള്ള ആ എളുപ്പവും ഉണ്ട്. ദാറ്റ് മേക്സ് ലൈഫ് ഈസിയർ. ഇല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള ഒരാളാണ്, നിങ്ങൾക്ക് എൻ്റെ കൂടെ കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 5-6 ദിവസത്തിനകത്ത് നിങ്ങൾക്ക് ഇനി 10 ദിവസത്തിൽ 16 അടിയന്തരം എന്ന് പറഞ്ഞാൽ എൻ്റെ ഫോട്ടോ ഉണ്ടായിരുന്നു. കാരണം ജീവിതം വെറുത്തു പോവും. കാരണം ഇങ്ങനെ കല്യാണം കഴിഞ്ഞല്ലേ, ഭർത്താവായിട്ടിരിക്കുക എന്നൊക്കെ പറയണേ ഒരാവശ്യമില്ല. നമുക്ക് ചിരിക്കാനും കളിക്കാനും കൂടെ ഒരു കൂട്ട് വേണം, അത്രയേ ഉള്ളൂ. നിങ്ങൾ അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഭർത്താവ് ചിരിക്കാനും കളിക്കാനും സിനിമയ്ക്ക് പോകാനും ചെന്ന് എന്താ പറയുക, ഒരു ഹോട്ടലാണെന്ന് കരുതി ബാർബർ ഷോപ്പിൽ കയറിയുള്ള എന്തൊക്കെയുണ്ട്, കട്ടിങ്ങും ഷേവിങ്ങും 2 ഓരോ പ്ലേറ്റ് പോരട്ടെ എന്ന് പറയുന്ന ഒരാൾ. തളത്തിൽ ദിനേശന്മാർ ഇപ്പോഴും നല്ലവരാണ്, അവരുടെ മനസ്സിലിപ്പോഴും നന്മയുണ്ട്. മേ ബി അത് മനസ്സിലാക്കാൻ ആൾക്കാരില്ലായിരിക്കാം. അതിന് കുഞ്ഞുമോൾ തളത്തിൽ ദിനേശനാണെന്നല്ല ഞാൻ പറയുന്നത്, അഭിനയമല്ല. കുഞ്ഞുമോളുടെ മനസ്സിൽ ആ ചൈൽഡ് ഇപ്പോഴും ഉള്ളത് കൊണ്ടാണ് ആർട്ടിസ്റ്റായിട്ടുള്ളത്. എനിക്കും ആ കൊച്ചു കുഞ്ഞിനെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുള്ളത്, എനിക്ക് 3 മക്കളാണ്, ഏറ്റവും ചെറിയ കുഞ്ഞാണ് ധാരിക്കുന്നത്. ആൻഡ് ഐ ഡോണ്ട് ഹാവ് എ പ്രോബ്ലം. ഇഫ് യു ഹാവ് എ പ്രോബ്ലം, ജസ്റ്റ് ടേക്ക് എ ഹൈക്ക്. ഐ ജസ്റ്റ് ഡോണ്ട് കെയർ. ഞാനിങ്ങനെയാണ്, ഇനി എപ്പോഴും ഇങ്ങനെ, എൻ്റെ മരണം വരെ ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും. എനിക്ക് മാറ്റാൻ വേണ്ടി പറ്റൂല. ഞാനിപ്പോൾ മാറിയാലും എൻ്റെ മക്കൾ ചിലപ്പോൾ ഇതെൻ്റെ അമ്മയല്ലാന്ന് പറഞ്ഞു. അമ്മയ്ക്ക് എന്താ പറ്റിയ എന്നൊക്കെ ചോദിക്കും. അതാണ് എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരിപ്പോഴും എന്നെ എന്താണ് പല വീഡിയോസും കണ്ടാലും, ഇപ്പൊ ലൈവ് എന്നെ കണ്ടാലും, ഇപ്പൊ തെയ്യത്തിന് കണ്ടപ്പോഴും എന്നോട് നിന്റെ കളി ഇപ്പോഴും മാറിയിട്ടില്ല, ആ പഴയ കുട്ടികളി ഇപ്പോഴും ഉണ്ട് അത്രേ. ഇപ്പൊ മനസ്സിലായില്ല, ഞാൻ അങ്ങനെയാണ്, മാറ്റാനൊന്നും പറ്റില്ല. തൃച്ചംബരം ക്ഷേത്രത്തിൽ പോയപ്പോ ചേട്ടനെയും അമ്മയും ഏടനെയും കണ്ട് തുള്ളിച്ചാടിപ്പോയ ആ ഒരു കൊച്ചു കുഞ്ഞ്, അത് അവിടുത്തെ അനിയത്തിയാണ്, അവിടുത്തെ മകളാണ്. അവരുടെ ആ കുട്ടിത്തം മനസ്സിൽ കാണിച്ചത് അത് ഓപ്പൺ ആയിട്ട് കാണിച്ചു. സോറി, വീഡിയോ ഉള്ളത് കൊണ്ട് ഞാൻ സീരിയസ് സുഖമാണോ ഇങ്ങനൊക്കെ ചോദിക്കാൻ പറ്റും. ഞാൻ ഇല്ലല്ലേ, നിങ്ങൾക്ക് എങ്ങനെ വല്ല വെയിറ്റ് ഇട്ടിട്ട് പോയിട്ട് നിങ്ങൾ അവരുടെ സംസാരിക്കുമോ? ഞാൻ അങ്ങനെയല്ല, എനിക്ക് എന്നാ കുടുംബക്കാരോട് നല്ല സ്നേഹമാണ്. എക്സ്ക്യൂസ് മീ ചേട്ടാ, ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ പ്രാണാശുപത്രിക്ക്. അതുകൊണ്ട് അങ്ങനെയൊന്നും ആവശ്യമില്ല. കുഞ്ഞുമോൾ എനിക്കൊരു പ്രശ്നവുമില്ല. പിന്നെ ചില ആൾക്കാരുടെ പൊട്ട ചോദ്യമുണ്ട്, എനിക്ക് ഡിഗ്രി ഉണ്ട്, കുഞ്ഞുമോൾക്ക് ഡിഗ്രി ഇല്ലാന്ന്. ഡിഗ്രി എഴുതിയാൽ കിട്ടും. ഞാൻ എഴുതി, എനിക്ക് കിട്ടി. കുഞ്ഞുമോൾ എഴുതിയില്ല, അതുകൊണ്ട് കിട്ടിയില്ല. കുഞ്ഞുമോൾക്ക് ആ സമയത്ത് കുഞ്ഞുങ്ങളെ നോക്കാണ്ടായിരുന്നു. ഷീ വാസ് ബിസി.
ഇനി വേണമെങ്കിൽ ഡിഗ്രി എടുക്കാം, അതിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ലേ? ഡിഗ്രി എടുത്തിട്ട് വരാം. അപ്പൊ അതുകൊണ്ട് അതൊന്നും വലിയ കാര്യം. വിദ്യാഭ്യാസമാണോ നിങ്ങളുടെ പ്രശ്നം? ഞാൻ അതും ചെയ്യാം. വളരെ ഒരു ഡിഫിക്കൽട്ട് ടൈംസിൽ കാട്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി പോയ, ഗോണ്ട് ട്രൈബിനെ രക്ഷിക്കാൻ പോയ മേഴ്സി മാത്യു, ഇന്ന് നമ്മൾ അറിയുന്നത് ദയാബായി എന്നാണ്.